ചേട്ടാ ഈ ചെറുപഴം ഉണ്ടാവില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് നന്ദി ഹിൽസിലാണ്. ഇന്നപ്പം ഇവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും 60 കിലോമീറ്റർ മാറിയാണ് നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. കാരണം റഷൊക്കെ കുറവാണ്. ഇതൊരു വീക്കെൻഡോ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയോ ആയിരുന്നെങ്കിൽ നോക്കണ്ട, ഇവിടെ വരെ എത്താനായിട്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടും. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് അഡൽറ്റിന് 20 രൂപയാണ്, 2 വീലറിനാണെങ്കിൽ 30 രൂപയും, 3 വീലറാണെങ്കിൽ 40 രൂപയും, 4 വീലറാണെങ്കിൽ 60 രൂപയും, ബസ് ടെമ്പോ അതുപോലുള്ളവയാണെങ്കിൽ 150 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ദേ ആ കാണുന്ന സ്റ്റെപ്പ് വഴി വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബെവിനും അനന്തുവാണ്. അനന്തുവിനെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. എൻ്റെ കൂടെ ആദ്യത്തെ വ്ളോഗിനെല്ലാം കൂടെ ഉണ്ടായിരുന്നതാണ്. ധനുഷ്കോടി പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ എന്നെ ബാംഗ്ലൂർ വരെ എത്തിച്ചവന്മാരാണ് ദേ ആ പോകുന്ന രണ്ടെണ്ണം. സമുദ്രനിരപ്പിൽ നിന്നും 4800 അടി ഉയരത്തിലാണ് നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വേനൽക്കാല വസതിയായി നന്ദി ഹിൽസിലെ കോട്ട ഉപയോഗിച്ചിരുന്നു. അങ്ങനെ സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് നടക്കുവാണ്. കുറച്ച് ദൂരമുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കുമായിരിക്കും. കയറി പോകുമ്പോൾ ഈ ഒരു മാപ്പിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. പൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ആഹാ, ടോപ്പ് സ്റ്റേഷനിലൊരു പോസ്റ്റ് ഓഫീസും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൺറൈസ് വ്യൂ ആണ്. അത് കാണാനായിട്ടാണ് ഇത്രയും പേര് നിൽക്കുന്നത്. യോഗ ഇല്ല അമ്മണിയെ പായമടക്കിക്കോ എന്ന് പറയുന്ന കണക്കായിപ്പോയി അവസ്ഥ. എന്ത് ചെയ്യാനാ, ഇതൊന്നും അല്ല മക്കളെ ഇവിടുത്തെ വ്യൂ. ആ ഒരു ക്ലൗഡ് ബെഡ് കണക്കിങ്ങനെ ഇരുന്ന് ആ ഒരു സൺറൈസ് കാണുക എന്ന് പറയുന്നത് യോഗ ഇല്ല. ഇവിടെ ടോപ്പ് സ്റ്റേഷനിലുള്ള ഒരേ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ആ കാണുന്നത്. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സൺറൈസ് വ്യൂ കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയാണ്.
எப்பவுமே வந்தவல ബാംഗ്ലൂരിലെ ചൂടിലും ട്രാഫിക്കിലും നിന്ന് ഈ ഒരു ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതൊരു രക്ഷയുമില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു പ്രീ പ്ലാൻഡ് ട്രിപ്പേ അല്ലായിരുന്നു. ഇനിയും ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. സമയപരിമിതി മൂലം അത് സാധിക്കില്ല. കാരണം വേറൊന്നുമല്ല, ഹോട്ടൽ റൂം ഏതാണ്ട് ഒരു 11:30 ചെക്കൗട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഹോട്ടൽ റൂം എത്താൻ തന്നെ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ കൂടുതൽ എടുക്കും. ഞങ്ങൾ ഔട്ടറിലാണ് താമസിക്കുന്നത്, എന്നിട്ട് പോലും 1 മണിക്കൂർ എടുക്കും. അപ്പോൾ നന്ദി ഹിൽസ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കഴിവതും രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ ടോപ്പ് സ്റ്റേഷനിൽ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ ആ ഒരു സൺറൈസ് വ്യൂവും കാര്യങ്ങളും എല്ലാം എൻജോയ് ചെയ്ത് അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം നടത്തി നല്ല വെയിൽ വരുന്നതിന് മുന്നേ തിരിച്ച് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.